ആടയാഭരണങ്ങൾ പോലെ ബ്രഹ്മാണ്ഡകോടികളെ ധരിച്ചു നിന്ന ഭഗവാൻ ഭീതിതമായ ആ അപാര വിസ്തൃതികളുടെ പാരാവാര പരപ്പുകളെയും അടിത്തട്ട് കാണാത്ത വേരാഴങ്ങളെയും അണൂകരിച്ച് തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. വീണ്ടും മനുഷ്യരൂപം ധരിച്ച് അർജുനനെ ആശ്വസിപ്പിച്ചു. അർജുനൻ അപ്പോൾ പറഞ്ഞു, അല്ലയോ ഭഗവാൻ, അങ്ങയുടെ സൗമ്യമായ മനുഷ്യരൂപം കണ്ട് എൻ്റെ ഭയം അകന്നിരിക്കുന്നു. ശ്രീ ഭഗവാൻ പറഞ്ഞു, നിനക്കു കാണാൻ കഴിഞ്ഞ എൻ്റെ വിശ്വരൂപം കാണാൻ ആർക്കും ഭാഗ്യം സിദ്ധിക്കുന്നതല്ല. ദേവന്മാർ പോലും കാണാൻ ആഗ്രഹിക്കുന്ന രൂപമാണത്. വേദം പഠിച്ചതുകൊണ്ടോ തപസ്സിദ്ധി കൊണ്ടോ ദാനം കൊണ്ടോ യാഗം കൊണ്ടോ വിശ്വരൂപം ആർക്കും കാണാൻ കഴിയുകയില്ല. ഭക്തി കൊണ്ട് മാത്രമേ അത് കാണാൻ സാധിക്കൂ. ഹേ അർജുന, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എനിക്ക് വേണ്ടിയാകണം. പരമമായ ആശ്രയമായി എന്നെ മാത്രം കാണണം, എന്നെ മാത്രം ഭജിക്കണം. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം. ഒരു ജീവിയിലും വിദ്വേഷം ഉണ്ടാകരുത്. അങ്ങനെയുള്ളവൻ എന്നെ പ്രാപിക്കുന്നു. അർജുനൻ അപ്പോൾ ചോദിച്ചു, അങ്ങയെ ഉപാസിക്കുന്നവരിൽ ശ്രേഷ്ഠനായ യോഗി ആരാണ്? ശ്രീ ഭഗവാൻ അപ്പോൾ ഇപ്രകാരം മറുപടി പറഞ്ഞു, പരമാത്മാവിൽ താതാത്മ്യം പ്രാപിച്ച് എല്ലാം സമർപ്പിച്ച് എന്നെ ഉപാസിക്കുന്നവനാണ് ശ്രേഷ്ഠനായ യോഗി. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് സമബുദ്ധി കൈകൊണ്ട് സർവജീവികളുടെയും ഹിതത്തിൽ രമിക്കുന്നവനാണ് ശ്രേഷ്ഠനായ യോഗി. അവൻ അനിർദ്ദേശ്യവും അവ്യക്തവും അചിന്ത്യവും കൂടസ്ഥവും അചലവും ധ്രുവവുമായ ബ്രഹ്മം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് ഉപാസിച്ച് എന്നിൽ എത്തിച്ചേരുന്നു. എന്നെ പ്രാപിക്കാനുള്ള ഈ മാർഗം കൂടുതൽ ക്ലേശപൂർണമാണ്. ഹേ അർജുന, എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കുക. എന്നെ മാത്രം ആശ്രയിച്ച് ഭക്തിയോടെ ധ്യാനിക്കുക. എന്നിൽ ലയിക്കുന്ന ആ യോഗിയെ ജനന മരണാത്മകമായ ഭൗതിക ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ കൈപിടിച്ചുയർത്തുന്നു. പരമാത്മാവിൽ മനസ്സ് അർപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിരന്തരമായ പരിശീലനം കൊണ്ട് സാൽമ്യം പ്രാപിക്കാൻ യത്നിക്കുക. അതും അസാധ്യമെന്ന് തോന്നിയാൽ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. സിദ്ധി നേടാൻ കർമാർപ്പണമായാലും മതി. സർവകർമ്മങ്ങളുടെയും ഫലങ്ങൾ ത്യജിക്കാൻ സന്നദ്ധനായാലും നിനക്ക് യോഗിയാകാം.